വീഡിയോ ഉണ്ട് ഇതല്ലോ. ഹലോ ഗൈസ്, ഞങ്ങൾ നോക്കുന്നത് ദുബായ് മാളിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിജക്സ് കെട്ടാൻ പോകുന്ന അമ്പാടിയുടെ ഒരു റിലേറ്റീവാണ്. സോ ആടെ ദുബായ് മാളിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരനൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് പുള്ളിക്കാരൻ്റെ ഭാവി വന്നതിന് ഒരാഗ്രഹം. സോ ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കും ഒരു ഫസ്റ്റ് ടൈം മീറ്റാണ്. ആളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പക്ഷേങ്കിൽ വേറെ ഡീറ്റെയിൽസ് നേരിട്ട് ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. ഇപ്പോൾ വിവേക്സിയാണ് കൂടെ ഉള്ളത്. നമ്മളിങ്ങനെ ദുബായ് മാളിൽ ആൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദുബായ് മാളിൽ കയറിയിട്ട് എന്തേലും സാധനം കുട്ടി പറഞ്ഞിട്ടുണ്ട്, അത് സെറ്റാക്കണം. എന്നിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേനും പുള്ളിക്ക് ഗിഫ്റ്റ് അവിടെ എത്തിക്കുന്ന രീതിയിൽ കൊടുക്കണം. വിവേക്സി വേണ്ടേ? അപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായ് മാളിൻ്റെ താഴെ എത്തി. സോ ഇപ്പോൾ ദുബായ് മാളിൽ ബുർജ് ഖലീഫ കാണുന്നുണ്ടോ? ഏതാ ബുർജ്? ഇതാണ് ബുർജ് ഖലീഫ. ഇതിന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അറിയത്തില്ല എന്താകുമെന്ന്. ഇനിയിപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഗിഫ്റ്റ് സെറ്റാക്കണം. 7 മണിക്ക് അവിടെ കൊടുക്കണം. ഇപ്പം തന്നെ 5:30 സംതിങ് ആയി. ഇനി അങ്ങോട്ടേക്ക് പോകണം അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ വിവേക്സി? ഓക്കെ, ഞങ്ങൾ പോട്ടെ. അതായത് ഗിഫ്റ്റ് നോക്കിയിട്ട് അവൻ അമ്പാടിനെ വിളിച്ച് കാര്യം പറയുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ ജസ്റ്റ് പോട്ടെ. ഞങ്ങളാണെങ്കിൽ ആൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിവേക്സിനാണെങ്കിൽ എന്തോ നോക്കിയിട്ട് നടക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് വന്നുകൊണ്ട് നനഞ്ഞ കോഴീനെ കണക്കുണ്ട്. വിവേക്സിയും കുളിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അവൻ കുളിച്ചായിരുന്നു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൂടുന്നുണ്ട്. അഥവാ ഈ സർപ്രൈസ് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലോകം കാണൂല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ മീൻസ് ഇങ്ങനെ വോയിസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേണ്ടത്തവർ സ്കിപ്പ് അടിച്ച് പോവുക, വേണ്ടുന്നവർ മാത്രം കണ്ടാൽ മതി. അതൊരു ഡിസ്ക്ലെയിമറാണ്. നല്ല വലിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല. ആളുടെ ഒരു ആഗ്രഹമല്ലേ, ആൾ പൈസ ഇട്ടൊന്നും നമ്മൾ മേടിക്കുന്നു, അത്രയും. നമ്മളപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് പുറത്തൂടെ. ഇവിടെയൊക്കെ എന്തൊക്കെയോ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പോഷ് ഏരിയയാണ്. സി ഗൈസ്, അടിപൊളി ബിൽഡിങ്ങുകളാണ് ഇവിടെ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ ബിൽഡിങ്ങുകൾ മാത്രമല്ലേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയണ്ടാറില്ല. നല്ല ബിൽഡിങ്. എപ്പോൾ ഇവിടെ കണ്ടാലും ഭയം പൊളിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കലാണ് നമ്മുടെ പണി. എപ്പോൾ നോക്കിയാലും ഫസ്റ്റ് ടൈം കാണുന്ന പോലെ തന്നെ ഉണ്ടാവും. അതാ മെട്രോ പോകുന്നു. നല്ല ഭംഗിയില്ലേ? ഇവിടെയൊക്കെ കുറേ കടകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാം. മനുഷ്യന്മാരൊന്നും ഇല്ലെന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഈ സമയത്തൊക്കെ ആൾക്കാർ വരേണ്ടതാണ്. കാരണം ജോലി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതുവഴിയൊക്കെ പോകേണ്ടതല്ലേ. വൈ ഇതുവഴിയൊന്നും ഒറ്റ മനുഷ്യരെ കാണാത്തത്? സമയമാകുന്നേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഷോപ്പുണ്ട്, അതിവിടെ കാണുന്നില്ല. പക്ഷെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നോക്കി നോക്കാം. കുറച്ചുകൂടെ നടന്നാൽ നിയറൊരു 5 മിനിറ്റിനുള്ള ഷോപ്പ് ഉണ്ടെന്ന് കണ്ടു. സോ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഒരു കുഞ്ഞു മാളിലെത്തി. ഫൈനലി കണ്ടുപിടിച്ചു. 2nd ഫ്ലോറിലാണ്. സോ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് സെറ്റാക്കാം.
വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷേങ്കിൽ നല്ല കട്ട് റേറ്റാണ്. ലെറ്റ്സ് സീ. ഇത് കണ്ടില്ലേ, കിളി 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 കിളി. ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഏതായാലും. എന്നിട്ട് ഞങ്ങൾ നേരെ നടന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ബുർജ് ഖലീഫ കാണുന്നുണ്ടോ? ബുർജ് ഖലീഫിൻ്റെ തല കണ്ടോ? അങ്ങനെയാണ്. ഗിഫ്റ്റ് എന്തായാലും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, പുള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ കാണിക്കാം. ഇപ്പം ഇവിടെ നേരത്തെ രാത്രി ആവുക, എന്താണെന്നറിയത്തില്ല. എന്താണെന്ന് ഈ സമയത്തൊക്കെ നേരത്തെ രാത്രി ആവും. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇരുട്ടാവും. ഇവിടെ നൈറ്റാണ് ദുബായിൽ കൂടുതലും രസം കാണാനും കാര്യങ്ങൾക്കൊക്കെ. ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടക്കുകയാണ്. ഇവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് തീരുന്ന പണികളാണ്. ഇതിപ്പോൾ കാണുന്ന അടുത്ത ആഴ്ചയൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ ടപ്പയെന്ന് പറഞ്ഞാണ് പണികളൊക്കെ നടക്കുന്നത്. സോ നമ്മൾ മാളിൽ കയറിയിട്ട് നല്ല ഷോപ്പെല്ലാം കണ്ടുപിടിക്കണം. ഈ ദുബായ് മാളിൽ കയറിയിട്ട് തന്നെ വേണം കുറച്ച് നടക്കാൻ. ദുബായ് മാളിൽ പോകാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാലിനൊക്കെ നല്ല സുഖമായിരിക്കും. അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് കാണുക. ഇതിലെൻ്റെ പൊട്ടത്തരം മാത്രമായിരിക്കും. നൈസല്ലേ? ഞാനും വിവേക്സി മാത്രമേ ഉള്ളൂ. വിഷ്ണുവിന് വർക്കുള്ളതുകൊണ്ട് വിഷ്ണു ഒന്നും വന്നില്ല. ഞാൻ ഉച്ചവരെ ഓഫീസിൽ പോയിട്ട് അതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ കുളിയും ജപമൊക്കെ കഴിഞ്ഞപ്പോഴും ആസ് യൂഷ്വൽ 4-5 മണിയൊക്കെ അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. മാളിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ നല്ല തിരക്കാണ്, കുറച്ച് റഷുണ്ട്. നോക്കാം. അതിന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. ഞാൻ നന്നായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരേ ഓട്ടം തന്നെയായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, പുള്ളിക്കാരൻ്റെ ഷോപ്പ് കണ്ടുപിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ സർപ്രൈസ് വ്ലോഗ് അതാ ഹുവായിപ്പോയി. കാരണം ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ച ചേട്ടന് 2 ദിവസം മുന്നേ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം ആരും പറഞ്ഞില്ല. ഞങ്ങളിവിടെ വന്നിട്ട് പുള്ളിയുടെ പേര് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ്റെ ഞങ്ങളുടെ സാധനം കൈമാറിയിട്ട് സർപ്രൈസ് പൊളിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിയുടെ കൂട്ടുകാരന് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തല്ലോ എന്നുദ്ദേശിച്ച് ഞങ്ങൾ പോവുകയാണ് ഇനി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു സർപ്രൈസ് വ്ലോഗായിരുന്നു നമ്മൾക്ക്. ആൾ ട്രാൻസ്ഫർ ആയ കാര്യം ഞങ്ങളോട് എത്തി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഇല്ലേ, അതൊരു സർപ്രൈസ് വ്ലോഗായിട്ട്. അപ്പോൾ അതെ, വിവേക്സി പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് വ്ലോഗായി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഈ വ്ലോഗ് കണ്ടോളൂ. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്തൊരു എന്തെങ്കിലും വ്ലോഗുമായിട്ട് കാണാം. ഓക്കെ, ബൈ. വിവേക്സി
A few moments later. മണിയറൊക്കെ അങ്ങോട്ട് മാറ്റി ഉറങ്ങി തൊടുന്നു സാധനം മേടിക്കും സാധനം മേടിക്കും ഇത് ഞാൻ മേടിച്ചല്ല ഇത് അങ്ങനെ വന്ന നാട്ടിൽ നിന്ന് വന്ന സാധനം കുഞ്ഞിക്കുട്ടീൻ്റെ ഗിഫ്റ്റ് ഓപ്പണാക്കി ഞാനറിയില്ല എനിക്ക് എടാ വീഡിയോ ഉണ്ട് ഇതല്ലോ വീഡിയോ സൗണ്ട് എല്ലാം എടുത്തായിട്ടോ നമ്മള് കണ്ടിട്ടില്ലല്ലോ വാ പെണ്ണ് ദുബായ് മാളിൽ പോയിട്ട് പറാവ് കിടന്ന് ഔട്ട്ലെറ്റ് മാളിൽ പോയത് പറയണ്ടേ ചെക്കനുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഓള് ദുബായ് മാളിൽ കൂട്ടുകാരി കൂട്ടുകാരെ രണ്ടുപേരും അവിടെ വന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ബ്രേക്കിനുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ട് തെറ്റ് ഓ ദുബായ് കൊടുത്തുട്ടാ ഔട്ട്ലൈൻ മാളാകെ അവിടെ എഴുതാനും നീ ഔട്ട്ലൈൻ മാൾ പറഞ്ഞില്ലല്ലോ നീ അവളോട് പാണ്ടാച്ച ന്യൂസല്ലേ പറഞ്ഞല്ലോ ഔട്ട്ലൈനിലേക്ക് മാറിയത് പറഞ്ഞില്ലല്ലോ ഒത്തിരി സാധനം ശിവ ശിവ മതി സുധിക്കല്ല